ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രകാശിക്ക് പോയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ലെജൻഡിൻ്റെ ഡെലിവറിക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്കണ്ട ഗഡാഗഡിയന്മാരൊക്കെ കൊണ്ട് നമ്മൾ പ്രകാശ് പോയത്. ഡെലിവറിക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ തവണ 1, 2, 11 പുതിയത് വരുന്നടക്കം 11 വണ്ടി അല്ലേ, 11 വണ്ടിയോളം അതിലത്തെ ഡ്രൈവർമാരും ക്ലീനർമാരും പാക്കേജർമാരും പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട കുറച്ച് ടീംസും പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ ഷെഡിലുണ്ടാവണം എല്ലാവരും പാടെ കൂടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ആൾക്കാർ പ്രകാശിൽ പോയി നമ്മൾ ഡെലിവറിക്ക് പോകണ അതിൻ്റെ തലേന്നത്തെ പരിപാടി, അതിൻ്റെ ആ ഒരു ത്രില്ലും എല്ലാവരും ഇന്ന് ഷെഡിലേക്ക് വരുന്നതും നമ്മളിപ്പോൾ അതാകണം ഒരു വൈകുന്നേരം 4 മണിക്കാണ് നമ്മളെ നറാച്ചിലെത്തിയത്. അപ്പോൾ ഇനി ഒരുപാട് ആൾക്കാർ വരാണ്ട്. ഇപ്പോൾ ഇവിടെ ആകെ നിലവിൽ ഞങ്ങൾ 4 ആൾക്കാരുള്ളൂ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഏകദേശം രാത്രി 2 മണിക്ക് നമ്മളിവിടുന്ന് പോകും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും വരും. അപ്പോൾ ഏതായാലും നമ്മളെ ഡെലിവറിക്ക് പോണ വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 1, 2, 3, 4, 5, 6 കൊമ്പന്മാരുണ്ട് ഇവിടെ. ഇപ്പോൾ ഇല്ലാത്തത് നമ്മളെ ഡാനി ഇല്ല, നമ്മളെ മാഫി ഇല്ല, രണ്ടും ട്രിപ്പിലാണ്. ബാക്കി എല്ലാവരും ഇതാ നമ്മളെ അർബാനിയുണ്ട്, അവിടെ അർബാനിയുണ്ട്. ബാക്കി എല്ലാവരും നമ്മളെ ഷെഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രകാശ് പോവാണ്. നമ്മളെ പുതിയ ചെക്കനട കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അവൻ്റെ ഡെലിവറി കഴിഞ്ഞത്. ഈ ആഴ്ച നമ്മളെ ഓൾ ഇന്ത്യ വരുന്നുണ്ട്. നമ്മളെ 3 ചേസുംപാട് ഒരുമിച്ചാണ് പ്രകാശ് പോയത്. പക്ഷേ ഇവൻ നേരത്തെ വന്നു, മറ്റു രണ്ടാളും കുറച്ച് ഒരാഴ്ച വൈകി വന്നു. നമ്മളെ ഗ്ലൈഡർ കിടക്കണുണ്ടല്ലേ. ഓഫീസിലെല്ലാവരും പോയി. സമയം ഇപ്പോൾ ഒരു ഏകദേശം 6 മണിയൊക്കെയാണ്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി. ഇവിടെ പിന്നെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രവീണുണ്ടാവും. പ്രവീണ എപ്പോഴാണ് നമ്മൾ പോണത്? കാര്യമില്ല, ലൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോൾ പോകുമല്ലേ? അപ്പോൾ ഗെയ്സ് ഞങ്ങൾ പുലർച്ചെ ഒരു 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഡെലിവറി വഴി നമ്മൾ ആദ്യം ഇടും, അതിൻ്റെ ശേഷം നമ്മൾ ഈ വീഡിയോ ഇടും. അതായത് ഡെലിവറിക്ക് എങ്ങനെയാണ് ഒരു ഷെഡിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോണത്, ഏത് വണ്ടിയിൽ പോകും, ഞങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ഇട്ടോട്ടെ. ഇതിൽ ഏത് 6 വണ്ടി പോകുന്നുണ്ട്. ഇതടക്ക് 7 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയിലേക്കരം നമ്മൾ ഡെലിവറിക്ക് പോവാ? ഗസ് ചെയ്യും. നമ്മളൊരു 10-35 ആളല്ലേ? ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിൽ 35 ആളോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി വീഡിയോ കണ്ടതിൻ്റെ ശേഷം നമ്മൾ ഡെലിവറിക്ക് പോണ വീഡിയോ. ബ്ലാക്ക് മാനായിരുന്നു. ഹോട്ട് സീറ്റിൽ വേറെ ആരുമല്ല, അബ്ബാസാണ്. അബ്ബാസ് 8 years ഇല്ലാത്ത ഡ്രൈവറാ. ഏയ് പറമ്പ് വലുതാക്കിയപ്പോഴേ വണ്ടി അവിടെ നിന്ന് എടുക്കും, ഇവിടെ കൊണ്ടുവന്നിടും. പൊടി വാറിപ്പിച്ചു പാഹ്യം. നല്ല പൊടി വാറുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ സമയം ഏകദേശം ഇരുട്ടായതുകൊണ്ടാണ്. ഇബലേ ലെജൻഡിൽ ഇപ്പോഴത്തെ ഡ്രൈവർമാരെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വലുതാക്കിയപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും, ഒന്ന് അവിടെ കൊണ്ടുപോയിടും, അവിടുന്ന് വണ്ടി എടുക്കും, ഇവിടെ കൊണ്ടുവന്നിടും. ഇതാണ് പല മെയിൻ പരിപാടി. എന്ത് പറമ്പ്? അതെ, ഉദ്ദേശിച്ചത് പറമ്പൊന്ന് സെറ്റാക്കേണ്ടതാണ്. നമ്മൾ അൺസീസൺ സമയത്ത് നമ്മളിവിടെ ഫെഡിലൈറ്റ് ഒക്കെ വെക്കും. അത്യാവശ്യം വലിപ്പമുണ്ട്, കണ്ടില്ലേ? നമ്മളിവിടെ 5s ഫുട്ബോളൊക്കെ വെച്ചിട്ട് ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ കളിയൊക്കെ നടത്തും. ഇതേ ക്രിക്കറ്റാ, ഫുട്ബോൾ ഗ്രൗണ്ടിലാ. ഇവിടെ നമുക്ക് ഐസ്ക്രീം വന്നുമ്പോൾ കളിക്കാം. ഇവിടെ ബസ് വൻ തിരക്കിട്ട പണിയാണ്. അതാ നമ്മളെ പുതിയ ചെറുക്കുണ്ട് ഡോൺ. ഡോൺ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെന്താ ഡൈനടാക്കോ? ഓ ബ്ലറാക്കിക്കോ. ഇതൊക്കെ നമ്മളെ അബി ഇതവിടെ. അബി എന്താ പണി? ഡൈനടക്കിൻ്റെ കേബിൾ വരണം. ഓ ഡൈനടക്കം ആകെ പൊടിയല്ലേ. ആ സൈഡ് ഓപ്പണാണ്, അതുകൊണ്ടാണ് ഇതിനുള്ള ഇത്ര പൊടി കയറുന്നത്. ഡൈനടക്ക് ഉണ്ട് ഇവിടെ. എന്താ ലൈനറോ എന്താ ഒരു സാധനം അവിടെ ഉണ്ട്. കിട്ടൂല. ഇതാകണ്. ഇത് പോയതാ ആ ക്യാബിനത്തെ. ക്യാബിനിലെ സ്മോക്ക് പുറത്തേക്കില്ലതാ. ആഹാ, സാധനം ആരാന്നറിയാലോ, റിവെഞ്ച് മേക്കറാണ്. അന്നും ഇന്നും എന്നും ഇവനുണ്ടാക്കിയ ഓളം അല്ലേ? ഇത് വേഗം പോയി കേട്ടോ. ഞാനോ
പാഹയ 50 10 വേണ്ട, രണ്ട് ഒരു 8 എടുത്തോ. 18 8 മതി, 8 മതി. ആ അബ്ബാസിൻ്റെ വണ്ടിയാട്ടത്. ഇത് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് നമ്മൾ. ഈ വണ്ടി നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതാണ്. അല്ലേ? കൊടുക്കണ്ടേ? കൊടുക്കണില്ല. ഇത് വേഗം പാട്ടോ, വേഗം പോയാ. പൊക്കോ മായ വരുന്നുണ്ട്. അജ് വയ്ക്കോ, അജ് പോണേ ഞാൻ വീഡിയോ എടുക്കും. അബ്ബാസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 1.5 കൊല്ലായി അബ്ബാസ് പോണു. വേഗം പാട്ടോ. അബ്ബാസ് പോയി. അങ്ങനെ താക്കണു. സമയം ഏകദേശം ഇരുട്ടാവാനായി. ഞങ്ങൾ 2 ആൾ മാത്രം, പിന്നെ അവിടെ 2 ആൾ മാത്രം. ഇപ്പം സമയത്തരായി 6:24. അപ്പം ഇനി എല്ലാവരും ഷെഡ്ക്ക് വരട്ടെ. ഷെഡ്ക്ക് എല്ലാവരും വന്നിട്ടില്ല. ആ ഒരു ഓളം നമ്മളിതിൽ ഏത് കൊമ്പനിൽ നമ്മളിന്ന് പോകുന്നുള്ളതും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എല്ലാവരും വന്നിട്ട് ബാക്കി നമുക്ക് എല്ലാവരും വരട്ടെ അല്ലേ? അങ്ങനെ സമയം ഒരു 6 മണി 6:30 ആയപ്പോക്കിന് നമ്മൾ ഒരു ചെറുക്കം വരുന്നേ മാഫിയ കുട്ടനെത്തി. ഒരു ടീമെത്തി. വാലൈക്കും സലാം. നോമ്പായിപ്പൊക്കെ നിന്നായോ? നമ്മളെ കട്ടപ്പനെ കണ്ടിട്ട് കൊറേ നാലായാലോ. പോണ്ടേ പോണോ? നിങ്ങളില്ലേ? ചിലപ്പോ അങ്ങനെ പറയരുത്. എല്ലാരും പോണം. നമ്മളെല്ലാരും പോയിട്ട് നാളെ വൈകുന്നേരം ഇങ്ങനെ പൊളിച്ചടിക്ക് വരും. നോക്കാം. ഒപ്പാക്കല്ലേ? ക്യാമ്പിനൊക്കെ കണ്ടിട്ട് കട്ടപ്പ മസൂദ് ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. അവിടെ നിങ്ങളെങ്ങനെ ട്രിപ്പ് പോയിനെ? കല്യാണത്തിന് നോമ്പിന് കല്യാണം ഉറപ്പിച്ചത്. നല്ല ടീമാണ് നിങ്ങള് ഉണ്ടല്ലേ? ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. ചെറിയൊരു ട്രിപ്പ് മാഫിയ കണ്ടല്ലേ? നമ്മൾ വീഡിയോ എടുക്കാതെ എന്താ വരുന്നേ? വെൽക്കം ടു ലെജൻഡ് എഴുതി വരുന്നുണ്ടോ? വെൽക്കം ടു ലെജൻഡ് മാഫിയ. നമ്മൾ വീഡിയോ എടുക്കാൻ കയറിയപ്പോക്കിന് നമ്മളെ മഷൂദ് എല്ലാതും ഓണാക്കിക്കണ്. ഫ്ലോർ ആട്ടത്. ഇതിന്റെ ഉള്ളിലത്തെ അകത്തെ ഫ്ലോറാണിത്. നമ്മക്ക് പോണ്ടേ? പോണം. ഇപ്പൊ തന്നെ എല്ലാരും എക്സൈറ്റ്മെന്റിലാണ് ഇന്ന് പോണത്. സെക്കൻഡ് അകത്തെ ഇന്റീരിയർ നമ്മളെ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിക്കണ്. നമ്മളെ പേജിലുണ്ടാവും, കയറി കണ്ടാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മള് 2 കൊമ്പന്മാർ നാളെ നമ്മൾ എടുക്കും. കേരളം നമ്മൾ കത്തിക്കും. അപ്പൊ നമ്മളിന്ന് രാത്രി പോവും. പൊളിക്കും. കട്ടപ്പ കണക്ക് ചെയ്താണ്. വയനാടല്ലേ? അടുത്ത് ഒരാളോട് വണ്ടി പാട്ടിട്ട് അവിടെ എല്ലാവർക്കും പാട്ടിടേണ്ടി വരും. അപ്പൊ ഗൈസ് നമ്മളിതാകണു ഓഫീസിന്റെ അകത്താണ് ഇപ്പൊ ഉള്ളത്. കണ്ടല്ലേ? ഓഫീസാണ് ഈ കാണുന്നത്. ഇതവിടെ ഇങ്ങനെ ബ്ലോഗിന്റെ വേറെ ബ്ലോഗോ അക്ഷയ് ഇത് അവിടെ ഉണ്ട്. ഇത് നമുക്ക് നാളെ നമ്മുടെ ഡെലിവറിക്കുള്ള ഇതാണ്, ലഡു ആണ് പാക്ക് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ മെൻഷൻ ചെയ്യണം. കണ്ടില്ലേ? നമ്മളെ ഓഫീസ് ഒക്കെ റെഡിയാണ്. ഇതാ നമ്മളെ ഇവിടുത്തെ ക്ലോക്കിൽ പോലും ലെജൻഡ് എന്ന് എഴുതി കണ്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇതിപ്പോ എന്താ അൺബോക്സിങ് ഉണ്ടായി. അൺബോക്സിങ് അതായത് ഇത് ആംബിന്റെ ആണ്. വാറന്റി കാർഡ് എടുത്ത് കണ്ടില്ലേ? ആംബിന്റെ ആണിത്. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോ ഇതാ ഇവിടെ ആമ്പാളുണ്ട്. ഇതാ അടുത്ത് അൺബോക്സിംഗ് ആണ് ഇവിടെ. അതെ, ഇവിടെ കുറച്ച് ആമ്പാളുണ്ട്. തന്നെയല്ല പുറത്തുവിടെ ഇല്ല. ഞങ്ങളത് ഇങ്ങനെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവും. അതിനുള്ളിൽ ഇനിയുണ്ട്, ആമ്പാളുണ്ട്. അതൊക്കെ പുതിയത് പൊട്ടിച്ചാനാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഔറ 15 ഇഞ്ചാട്ടോ. ഇത് 15 ഇഞ്ചിന്റെ താകുമോ? 1-2. പിന്നെ പൈനിയറിന്റെ 1-2. പിന്നെ
ഇത് അത് പുറത്തിടണ്ട. വേണ്ട വേണ്ട വേണ്ട. സ്പെഷ്യലാണ്. അതെ, ഡൽഹിയിൽ നിന്ന് സാധനം വരാനുണ്ട്. എന്താടാ എന്താ അവിടെ എന്തി അങ്ങനെ ഇതാ ക്യാമറ ഓൺ ആക്കി ഇപ്പൊ ചെക്കൻ പണിയെടുക്കുന്നു. വെച്ചോടാ വെച്ചോ. എവിടെ സുബി ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അങ്ങനെ നോക്കി അറിയാൻ പറ്റും. എങ്ങടാണ് സുബി ചേട്ടൻ? എങ്ങനെയാണോ ആര് ഞമ്മളോ? പിന്നെ ഗൈസ് ഇതുണ്ടല്ലേ, ഇവിടെ ഒക്കെ ഫുള്ള് സാധനങ്ങളൊക്കെ നമ്മൾ ഓഫീസ്. പിന്നെ ഇത് ഇവിടെ ഉള്ള സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഫുള്ള് ഫ്രഷ് സാധനങ്ങളൊക്കെ. ഇതൊന്ന് ഒരു വട്ടം പെട്ടി പൊട്ടിച്ചോ, പിന്നെ ഇത് സാധനം വണ്ടിയിൽ നിന്ന് ഇറക്കി അല്ലെങ്കിൽ വണ്ടിക്ക് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ അപ്പുറത്തെ റൂമിൽ അല്ലേ, അതിൻ്റെ അടിയിൽ ഫ്രഷ് സാധനങ്ങളൊക്കെ നേരെ നമ്മളത് ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഈ ഒരു മിക്സർ ഇതൊരു മുതലാണ്. ഇത് കുറേ കാലം നമ്മൾ ഡോണിലുണ്ടായതിനാണ്. ഇത് സർവീസിന് കൊണ്ടുപോയതാ. ഡേറ്റ് ഒക്കെ ഉണ്ട് ഇതിന്. സർവീസ് കഴിഞ്ഞ് സാധാ ഇവിടെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസിൻ്റെ ഉള്ളിലെ ഇന്നത്തെ കാഴ്ചകൾ. അങ്ങനെ ഗൈസ് സമയം 2 മണിയാവാനായി. നമ്മൾ നേരെ പ്രകാശിക്ക് പോവാണ്. ഇതാണല്ലേ എല്ലാവരും വന്നിക്കണ്. നമ്മളെ റൂമും ഓഫീസൊക്കെ പൂട്ടി. അപ്പം പിന്നെ നമ്മൾ നേരെ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് വണ്ടിയിലാണ് പോകണേ വെച്ചില്ലേ, നമ്മൾ ഗ്ലൈഡറും കൊണ്ടാണ് പോണേ. നമ്മളെ ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡറും കൊണ്ടാണ് പോണേ. ഇതാ നമ്മളെ ഉള്ളപ്പോ സെറ്റല്ലേ? സെറ്റാണോന്ന് വെച്ചാൽ ഡബിൾ സെറ്റാണ്. ഇന്ന് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പം ഇന്ന് ലെജൻഡ് കരിനൊക്കെ നഷ്ടമായിരിക്കും. ഇതാ വണ്ടി മാത്രമുണ്ട്. വണ്ടിയിലെ ഡ്രൈവർമാരും ക്ലീനർമാരും ആരും ഉണ്ടാവില്ല. ഒക്കെ പോവാണ്, അടക്കി പോവാണ്. പിന്നെ ഒരു 10-20 ബൈക്കും ഉണ്ടാവും ഇവിടെ. അങ്ങനെ ദാ എല്ലാരും മനസ്സിലാ പോവല്ലേ? അതൊക്കെ എത്തത്. ഇതൊക്കെ ഇനി പ്രകാശത്തിലെത്തുമ്പോ കോസ്റ്റ്യൂമേ മാറും. ഒക്കെ അടച്ചു പൂട്ടിക്കോളിയും. ഒന്നും എടുക്കാൻ മറക്കണ്ട. അഫ്രിയ വണ്ടിയൊക്കെ പൂട്ടിയില്ലേ? ഇവിടെ ഇനി ഇപ്പൊ നാളെ ആരും ഉണ്ടാവില്ല കേട്ടോ. എടുത്തോണ്ട് പോവാണെങ്കിൽ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3, അവിടെ ഒന്ന്. ഇതാരെ പോണേ? പൈലറ്റ് ഉണ്ടല്ലോ. അവിടെ സംഖ്യക്ക് ആൾക്കാരുണ്ട്. എല്ലാരും കയറി എണ്ണ തീരില്ല. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് പ്രകാശ് പോണത് നമ്മളെ ഗ്ലൈഡർ സെക്കൻഡിങ് കൊണ്ടാണ്. AC ട്രിപ്പ് ആയിക്കോട്ടെ അല്ലേ, ലക്ഷറി. അതെ, ലെജൻഡിലെ സ്റ്റാഫാളെ ട്രിപ്പാണ്. എവിടേക്ക്? പ്രകാശിലോട്ട്. നമ്മളെ മൊട്ടക്കാക്ക ഉണ്ട് എവിടെ? റിഫ്ലക്ഷൻ വന്നു തലമന്ന്. പോവല്ലേ? എല്ലാരും കേറിക്ക. അച്ചേട്ടൻ വരുന്നുണ്ട്. നമ്മള് പൊളിക്കൂലേ? പിന്നല്ല, ഇത് നമ്മള് കമ്പനി ട്രിപ്പ് പോണ ഏരിയാണല്ലോ. എല്ലാരും ബാഗും അങ്ങനെ നമ്മളതാ ഇനി പോവാണ്. ഷെഡിൽ വിട പറഞ്ഞ് ഷെഡിൽ നിന്ന് നിറഞ്ഞ് വണ്ടി എടുത്ത് പോവാ. പോലെ എല്ലാരും കയറി. പിന്നെ എല്ലാരും വണ്ടിക്കാരെ കയറാം. പക്ഷെ മുന്നിലായിരിക്കും ഇരിക്കാൻ പറ്റില്ല. അതർക്ക പോലെന്നാ മുന്നിലെല്ലാരും സീറ്റ് പിടിച്ചിക്ക. ഉണ്ട് പോലെന്നാ ഓരോരുത്തർക്ക് ഓരോ സീറ്റാ. എന്താ സുഖം. ഓരോരുത്തർക്ക് ഓരോ സീറ്റ്. അപ്പറേ പെണ്ണുങ്ങൾക്ക് വേണ്ടി സ്വപ്നം കണ്ടെച്ച സീറ്റാണിത്. പക്ഷെ പെണ്ണില്ല. എല്ലാ ട്രിപ്പിലും അങ്ങനെ തകണു. നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോ ഇതിന് നമ്മളെ ഷെഡിന്റെ അടുത്തുള്ള പമ്പിലാണ്. നമ്മൾ സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പില് നമ്മളെ ചെക്കനെ കൊണ്ടുവന്ന് നിർത്തി. ഫുള്ളാക്കല്ലേ വെള്ളം വാങ്ങി ഓക്കെ. കേസ് കൊണ്ടിക്കൊണ്ട് അകത്ത് തൃശ്ശൂർ മുതലൊക്കെ ഇരിക്കണ് അകത്ത്. ഇതിങ്ങനെ കാണുമ്പളേ മൃഗശാലയിലുണ്ടല്ലോ
മൃഗശാലയില് ഇങ്ങനെ 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 ആട്ട് ഇങ്ങനെ ആട്ട് കറക്റ്റ ദൈവമായിരി ഓരോ പാട്ടുകള് ഇതാ മുതല് ഉരയൊക്കെ തൊട്ട് വരികയാണ്. ആദ്യമായിട്ടില്ലേ പ്രകാശിക്ക് അല്ലേ? ആദ്യമായിട്ടാണ്. ഇതില് കൊറേ കണ്ടാക്കട്ടിയന്മാര് ആദ്യമായിട്ട് പോരുന്നുണ്ട്. ഏത് ആ പാൻ കാർഡ് എടുക്കണോ? പ്രകാശിക്ക് ഫസ്റ്റ് കയറുമ്പോ പാൻ കാർഡൊക്കെ വേണോ? എന്തായി ചെമ്പ് അറിയോ? ടൈം പിടിക്കും. ചെങ്ങന്മാര് സബ്ബൊക്കെ ഇട്ട് ഇതൊക്കെ ഇപ്പൊ പോരുട്ടോ ഗ്ലാസ്. എടാ കമ്പനിക്ക് വണ്ടി ഇനി വേണം. ഇത് ലാസ്റ്റ് ട്രിപ്പ് അല്ല. അങ്ങനെ രാവിലെ ഏകദേശം 8 മണിയാകുമ്പോഴേക്കും നമ്മൾ തകണം മൈസൂർ എത്താനായി. മൈസൂർക്ക് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. ജസ്റ്റ് പമ്പിലൊക്കെ നിർത്തി. അപ്പൊ ഇനി കള്ളപ്പോ മൈസൂർ എത്താനായില്ലേ? കയറി കയറാ. ഇവിടെ ആള് കുറവുണ്ടല്ലോ ഫ്രണ്ടില്. ഓടാ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് ഡ്രൈവ് ചെയ്ത് ഇതാരും കയറല്ലേ? അഫ്സല് കയറിയാണ്. എല്ലാരും കയറിയാണ്. അതെ ക്ലീനർ പോയി. മൈസൂരിന്നൊക്കെ പോകുന്നതാ ബാംഗ്ലൂര് ടോളാണ് കയറി പകിന് അടുത്ത മൂത്രയിക്കാൻ മുട്ടല്. ഇതന്നെയാണ് ഇവിടെ പരിപാടി. ബാത്റൂം കാണാ, മൂത്രയിക്കാം. എല്ലാരും ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഒക്കത്തുണ്ട്. റെസ്റ്റ്. അത്രയും നല്ലൊരു എ സി ഉള്ളിലുണ്ടായിട്ട് ഈ ഒരു താണല്ലേ എന്താ പരിപാടി? എന്താ ഗ്യാസ് മാത്രമേ ഉണ്ടല്ലോ. ഫുള്ള് കിച്ചൺ അതാ. പൊറാട്ട ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നതാ. പാഹമാര് പാടമാരാ എ സിയിൽ ഇരുന്നാലും ഈ ഇരിക്കണ സുഖാടെ കിട്ടും അല്ലേ? അങ്ങനെ ഗൈസ് നമ്മളിതാക്കണു ഫൈനല് നമ്മളെ പ്രകാശിന്റെ മണ്ണിലെത്തി. നമ്മളിപ്പോ വണ്ടിയിലുള്ളത്. കുറച്ച് ആൾക്കാർ പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കയറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയണം. നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടണം. നമ്മളെ കൊച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊച്ചേട്ടനോട് ചോദിച്ചു നോക്കാം. കള്ളാപ്പ് ഇരിക്കുന്നുണ്ട്, അബ്ബാസ് ഇരിക്കുന്നുണ്ട്, എല്ലാരും ഇരിക്കുന്നുണ്ട്. വിളിക്കണേ എണീക്ക് പ്രകാശിലെത്തി. ഇത് കണ്ടില്ല നിങ്ങള്? നാട്ടിൽ നിന്ന് പോന്നപ്പോ കുറച്ചൊരാള് വണ്ടി വിട്ടു. പിന്നെ കേറി കടന്നതാണ്. പ്രകാശ് എത്തിയാലും കഴിഞ്ഞ 2 ആഴ്ച ഫുള്ള് ഇവിടെ ആയതുകൊണ്ട് ഇനി അഹങ്കാരാണോ താങ്കൾക്ക്? അതെ കൊച്ചേട്ടാ, എന്താ അടുത്ത പരിപാടി? ഇതിമ്പളെന്താ ഒരു 2 മണി 3 മണിയാകുമ്പോ എല്ലാരും കൂടെ കയറുന്നു. ഡെലിവറി ഉഷാറാക്കുന്നു. അതുവരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം പ്രകാശിൽ വന്നവർക്ക് അറിയാം ഇവിടെ എന്താണ്, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരെ എങ്ങനെയാണ്, ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണെന്നില്ലേ. അപ്പൊ താക്കണോ കള്ളാപ്പുണ്ട്. കള്ളാപ്പോ സെറ്റല്ലേ? ട്രൗസർ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടോ? പാന്റില്ലേ? പാന്റ് ഉണ്ട്. അപ്പൊ കൊച്ചേട്ടാ ഞാനൊന്ന് ഉള്ളിൽ പോയിക്കട്ടെ, നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോ ഇതാ എല്ലാരും ഇങ്ങനെ റെഡി അല്ലേ? സെറ്റല്ലേ? പച്ചത്തൊപ്പി കിട്ടാൻ നിൽക്കണ്. അപ്പൊ ഗെയ്സ് നമ്മള് പ്രകാശിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മള് പ്രകാശിക്ക് എങ്ങനെയാണ് നമ്മൾ ഷെഡിൽ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ എത്രയും ആൾക്കാരെയും കൊണ്ട് നമ്മൾ പ്രകാശിക്ക് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വ്ളോഗിലുണ്ടായിന്. അപ്പോൾ നമ്മൾ ഡെലിവറി വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ആ കാണുന്ന ഗേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഒരു ടീം മൊത്തം. അതായത് ഒരു ബസ് എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ആൾക്കാർ, അതിൻ്റെ സാരഥികൾ, അതിൻ്റെ ബാക്കിൽ എത്ര ആൾക്കാരുണ്ടോ എല്ലാവരും പാടെ ഒരുമിച്ച് വന്നുകാണ്ട് ഇങ്ങനെയാണ് പ്രകാശിക്ക് വരുന്നത്. അതായത് നമ്മൾ തലേന്നേ പോരും, ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ചയാവും. അപ്പോൾ ഏതായാലും പ്രകാശിക്ക് ഡെലിവറിക്ക് വരുന്ന വീഡിയോകളെല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്തു കരുതുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്നൊപ്പം കൂടിക്കോളിയും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.